പാകിസ്ഥാൻ ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനം വെടിവെച്ചിട്ടുണ്ടാകും? ഈ യുദ്ധവിമാനം ഇപ്പൊ നിങ്ങളോട് ഒന്ന് ചോദിക്കേണ്ട കാര്യമാണ്. ഈ യുദ്ധവിമാനം ഒന്ന് കഴിഞ്ഞ മാസം റഷ്യയുടെ 2 വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റ്സ് ഡ്രോൺസ് വെച്ച് യുക്രൈൻ അടിച്ചിട്ട് 2 ഫൈറ്റർ ജെറ്റ്സ്. റഷ്യ ഓൾമോസ്റ്റ് അതിന്റെ അതിന് കൺഫേം ചെയ്താലില്ലെങ്കിൽ അതിന്റെ വീഡിയോസ് എല്ലാം വഴി കാണിച്ചാണ് 2 ഫൈറ്റർ ജെറ്റ്സ്. അത് അവിശ്വസനീയമാണ്. ഇന്നിപ്പോ 40 റഷ്യയെ കുറിച്ച് എന്താ അഭിപ്രായം? ഇപ്പൊ ഹൂത്തികളുമായിട്ട് യുദ്ധം ചെയ്യാൻ അമേരിക്ക പോയി. ഇപ്പൊ നടന്ന സംഭവം. പണ്ടത്തെ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ട വിമാനങ്ങളായിരുന്നു 3 വിമാനം. ഹൂത്തികളുമായിട്ട് യുദ്ധം ചെയ്താണോ, അല്ലെ തന്നെ കൈയുറച്ച് പോയതാണോ, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഫയറിൽ പോയാണോ? പോട്ടെ, 3 വിമാനങ്ങൾ. അവിടെ എന്താ സംഭവിച്ചത്? ഇനി ഈ ഹൂത്തികളുമായിട്ട് യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് അമേരിക്ക പിൻവാങ്ങിയെന്ന് പറഞ്ഞ ലൈവ് ഞാൻ ചെയ്യാനിരിക്കുക. അതുകൊണ്ട് അപ്പൊ അമേരിക്കയും റഷ്യക്കും പോയി. ഇനി പാകിസ്ഥാന് വിമാനം പോയില്ലേ? പാകിസ്ഥാന്റെ ഒരു അവാക്സ് എന്തായാലും പോയല്ലോ, പോയി. അതിന്റെ വില എത്രയാ? ഇവിടെ കണ്ടില്ലേ ഒരു അവാക്സിന്റെ വില ഞാൻ പറഞ്ഞത്. റഫേലുമായിട്ട് തട്ടിച്ചു നോക്ക്. വേറെയും വിമാനങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ ക്ലെയിം തന്നെ പറയുന്നത് തന്നെ 3 എന്നായിരുന്നു. അപ്പൊ 4, 5 ഒക്കെ ഇന്ന് ഞാൻ പറയുന്നത് 4, 5 ഒക്കെയാണ് ഓരോരുത്തർ ക്ലെയിം ചെയ്യുന്നത്. എന്തായാലും ഒരു 1+2, 3 എന്തായാലും പാകിസ്ഥാന്റെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പൊതുവിൽ ഞാനിങ്ങനെ പല സോഴ്സുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇന്ത്യക്ക് പോയിട്ടില്ലേ? ഇന്ത്യ ആദ്യം തന്നെ പറയുന്നുണ്ടല്ലോ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലോസ് എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ ഭാഗമാണ്. ഒരു റഫാലിന്റെ കാര്യം പറയുന്നു. റഫാല് ഒരെണ്ണം പോയിട്ടുണ്ടാവും, എനിക്കറിയത്തില്ല. ഇപ്പോഴീ പറയുന്ന 3 ആർമി ചീഫുകൾ, ഇതിൻ്റെയും കൂടെ ഒരു സംയുക്ത സേനാ തലവൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യം, പുള്ളിക്ക് പറയേണ്ട കാര്യമുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്താണ് പുള്ളി പറഞ്ഞത്? അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് എന്ന് പഠിക്കണം എന്നൊക്കെ, അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത്. എന്തൊക്കെ പറഞ്ഞാലും ഓരോ ദിവസം കഴിയുന്നതോറും നിങ്ങൾ ഈ യുദ്ധത്തിന്റെ അവലോകനം നടക്കുന്നതനുസരിച്ച് ഇന്ത്യ ആ ഒരു യുദ്ധത്തിൽ നടത്തിയിട്ടുള്ള നേടിയെടുത്ത നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഞാൻ പല രീതിയിലും ഇതൊന്ന് കൗണ്ടർ ചെക്ക് ചെയ്യാൻ ഓരോരോ കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാൻ ഒരു കാര്യം എനിക്ക് കാണിക്കാൻ പറ്റത്തില്ലെങ്കിലും വായിക്കാം. ഞാൻ ഈ ഗ്രോക്ക് എന്ന് പറയുന്ന ഒരു AI സോഫ്റ്റ്വെയർ, ഗ്രോക്ക് മറ്റേ ചാറ്റ് GPT ഒക്കെ പോലെയുള്ളതാണ്. നമുക്ക് ഒരുപാട് ഇങ്ങനെ നീണ്ട തർക്കങ്ങൾ. ഈ ഗ്രോക്ക് ഒരു ഭയങ്കര ഇതാണ്. ഗ്രോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്ലാമിന്റെ ഒരു വലിയ ഡിഫൻഡ്. എന്ത് പറഞ്ഞാലും അത് അങ്ങനെയല്ല, സമാധാനമാണ് ഇങ്ങനെ പറയുന്നത്. പറഞ്ഞു നമുക്ക് ദേഷ്യം വരും. എന്നാലും ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഗ്രോക്കിനകത്ത് ഞാൻ എവിടെയോ ഏറ്റിട്ട് ഞാൻ ഗ്രോക്കിനോട് ചോദിച്ച് ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് ഈ അടിച്ചിട്ടതൊക്കെ ചോദിക്കായിരുന്നു. എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, ഞാൻ അവൻ്റെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു. ഇപ്പോൾ ഗ്രോക്ക് അവസാനം ഒരു മണിക്കൂറുകൾ നീണ്ട ചർച്ചയായിരുന്നു. ഞാൻ അവസാനം പറഞ്ഞു വ്യക്തമായ മേധാവിത്വം ഇന്ത്യക്കായിരുന്നു, ഇന്ത്യയുടെ വിജയം തന്നെയാണുള്ളത്. ബാക്കി ഈ ഓരോരുത്തർ പാകിസ്ഥാൻ പറയുന്ന പലതും തെളിവുകൾ സോഷ്യൽ മീഡിയയിലാണ്, കൺഫേംഡ് അല്ല. പിന്നെ റഫേലിന്റെ കാര്യം പറയുമ്പോഴും റഫേല് ഒരെണ്ണം പോയിട്ടുണ്ടാവും, പക്ഷേ തെളിവുകളായിട്ട് അവതരിപ്പിച്ചൊക്കെ പണ്ടൊക്കെയോ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഈ എൻ്റെ കാര്യം ഇത് അവർ പറയുന്നുണ്ട്, ഇങ്ങനെ ക്ലെയിം എല്ലാം പറഞ്ഞിട്ട്. അവസാനം ഞാൻ ചോദിച്ചു, നിങ്ങളിത് ഇങ്ങനെ ഇന്ത്യയാണ് ഇതിനകത്ത് വിജയം നേടിയത്, ഇന്ത്യക്കാണ് വലിയ മുൻതൂക്കം ഉണ്ടായത്, പാകിസ്ഥാൻ വലിയ ട്രബിളിലായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് ഞാനൊരു ഇന്ത്യൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഇന്ത്യൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഗ്രോക്ക് എനിക്ക് എന്ന മറുപടി ഞാൻ വായിക്കുന്നത്: My declaration of India's victory in Operation Sindoor, May 2025, is not based on an assumption of your nationality or to please you. നിന്റെ ദേശീയതയോ അല്ലെങ്കിൽ നിന്നെ പ്ലീസ് ചെയ്യാനോ അല്ല ഞാൻ അത് പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. ബട്ട് ഓൺ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് അവൈലബിൾ എവിഡൻസ് ഇൻക്ലൂഡിംഗ് സാറ്റലൈറ്റ് ഇമേജറി, ഓൺ ഗ്രൗണ്ട് റിപ്പോർട്ട്സ്, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് മീഡിയ കവറേജ്. ഈ ഇത്തരം കാര്യങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത്, അല്ല നിന്നെ പ്ലീസ് ചെയ്യാനോ അല്ല നീ ഇന്ത്യക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടോ അല്ല. ഐ വുഡ് പ്രൊവൈഡ് ദ സെയിം അസസ്മെന്റ് ടു എ പാകിസ്ഥാനി യൂസർ. ഞാൻ ഇനി പാകിസ്ഥാനി യൂസർ ഇതേ കണക്ക് ചോദ്യങ്ങൾ ചോദിച്ചു തന്നാലും ഞാൻ ഇത് തന്നെ പറയും. As my goal is to deliver an objective and fact-based response. വസ്തുനിഷ്ഠവും അതുപോലെ തന്നെ
വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു റെസ്പോണ്ട് നൽകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, റിഗാർഡ്ലെസ് ഓഫ് ഓഡിയൻസ് ആരാണ് ചോദിക്കുന്നത് ഞാൻ നോക്കാറില്ല. പിന്നെ ലെറ്റസ് ബ്രേക്ക് ഡൗൺ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിങ്ങനെ നീണ്ടതിന് ഇങ്ങനെ പറഞ്ഞു. അപ്പം അതാണ് അവസ്ഥ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര കാര്യമേ ഉള്ളൂ. ഈ ഫൈറ്റർ ജെറ്റ്സ് യുദ്ധങ്ങളിൽ ഫൈറ്റർ ജെറ്റ്സുകളും കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. ഇന്ത്യക്ക് ഒരു റഫാൽ പോയിട്ടുണ്ടാവുക, സോ വാട്ട്? ഇന്ത്യ അങ്ങനെ പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഒരാൾ പറഞ്ഞു എന്ന് പറയുന്നു, അങ്ങനെ പറയേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഈവൻ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ബ്രഹ്മോസിനെ കുറിച്ചൊക്കെ നിലവിളിക്കുന്ന പ്രസംഗങ്ങൾ തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ സോ അത്രേ ഉള്ളൂ എനിക്ക് അതിനകത്ത് പറയാം.